പിന്നെ BJPക്കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്നലെ ഒരു കാളയുമായിട്ട് കൻ്റോൺമെൻറ്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. എല്ലാവരും ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJPക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്, കാളയെ കളയരുത്, കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത്. കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJPക്കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. വെയിറ്റ് ചെയ്താൽ പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ്. പിന്നെ CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തണമെന്ന് നിങ്ങൾ വിചാരിക്കുക. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്. ഇതുമായിട്ട് അല്ല, നോക്കിക്കോ, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. അല്ല, വെച്ചോ. അല്ലല്ല, ഓക്കെ. ഇലക്ഷനൊക്കെ എത്ര ദിവസം അല്ല, ഇലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും? ഒരുപാട് ദിവസമില്ലേ ഇലക്ഷന്? അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം. അത്ര ദിവസമൊന്നും പോകാൻ പാടില്ല. അല്ല, നോക്കാം അല്ലേ, നോക്കാം. അല്ല, അല്ല, വിളിക്കണമല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് CPM ഇത് നടത്തുന്നത്? CPM ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക. എന്ന് മുതലാണ് CPM-ന് ശബരിമലയോട് ഈ പ്രേമമുണ്ടായത്? അപ്പോൾ ശബരിമലയുടെ പേരിൽ ഒരു ഭൂരിപക്ഷ പ്രീണനം കഴിഞ്ഞ കുറേ നാളായിട്ട്, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലെ ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ പല പ്രാവശ്യം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷ പ്രീണനമാണ്. അപ്പോൾ ശബരിമലയെ പിടിച്ചിരിക്കുക, അയ്യപ്പനെ പിടിച്ചിരിക്കുക ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭൂരിപക്ഷ വർഗീയതയാണ് CPM ഉയർത്തുന്ന ആയുധം. ഇപ്പോൾ വരുന്ന ആയുധം. സംഘപരിവാർ ഒരുമിച്ച് നടത്തട്ടെ. ഒരുമിച്ചാണല്ലോ, എല്ലാ ഏർപ്പാടും ഒരുമിച്ചാണല്ലോ. അവരൊരുമിച്ച് നടത്തട്ടെ. നമ്മൾ കാണാം, കേരളം കാണാം. പക്ഷേ CPM തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്, ഈ വർഗീയത കളിക്കുന്നത്. അത് അവർക്ക് ബോധ്യമായിക്കോളും. ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ ഈ CPM-ന് സംഭവിക്കും. ഞങ്ങളൊന്നും വിളിച്ചിട്ടുമില്ല, ഞങ്ങൾക്ക് അറിയില്ല. ഒരു പരിപാടി പത്രത്തിൽ വായിച്ചത് അറിയില്ല, ഞങ്ങളെ അറിയില്ല, ഞങ്ങൾക്കറിയില്ല. ആ വിഷയം ക്ലോസ്ഡ് ആണ്. ഞങ്ങൾ ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല. ആ സബ്ജക്റ്റ് ക്ലോസ് ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയോ? ആ സബ്ജക്റ്റിൻ്റെ മറവിൽ, ആ സബ്ജക്റ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. കാരണം മുഖം നോക്കലല്ല, നമ്മുടെ ബന്ധമല്ല, അടുപ്പമല്ല, നിലപാടാണ്. ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അതിന് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് KPC പ്രസിഡന്റ് പറഞ്ഞു നിലപാടെടുത്തത്. അത് ഇനി നിങ്ങൾ ഞങ്ങളോടല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെയും ചരിത്രം നോക്കിയിട്ട് ആ ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കുക. ചാൻസ് കിട്ടില്ല. ഇനി പത്രസമ്മേളനം നടത്തിയാലും ആകെ 5 ചോദ്യമുള്ളൂ. അത് ഈ കൈരളിയും ദേശാഭിമാനിയും കൂടി ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് ആർക്കും ചോദിക്കാൻ അവസരം കിട്ടില്ല. എന്നോടായതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, അവർ സമരം നടത്തിക്കോട്ടെ, അവർ സമരം നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ സമരം തുടരണം, അവർ തുടരട്ടെ. കാരണം ഇത്രയും ഒരു പാർട്ടി ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ ആദരവോടുകൂടി നോക്കിക്കാണുക. ഞങ്ങളെ എല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ. ഞങ്ങളെ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ, വളരെ പ്രധാനപ്പെട്ട ഒപ്പീനിയൻ മേക്കേഴ്സായിട്ടുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തി നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് ആദരവോടെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ ചോദ്യങ്ങളെല്ലാം ഇനി ഞങ്ങളോടല്ല, ചോദ്യങ്ങളെല്ലാം ഈ പറയുന്ന മനസ്സിലായ ഒരു IAS-കാരിയായ ഉദ്യോഗസ്ഥയെ വരെ അപമാനിച്ച ആളിപ്പം മന്ത്രിയായിരിക്കുകയാണ്.
ലൈംഗികബോധ കേസിൽപ്പെട്ടാലും മന്ത്രിയായിരിക്കുക, അതിന് യാതൊരു ഉളുപ്പില്ല. എന്നിട്ട് പ്രകടനം നടത്തുക. മനസ്സിലായില്ലേ? അല്ല, ഞങ്ങൾ വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി നോ മോർ ക്വസ്റ്റ്യൻസ്, നോ മോർ ക്വസ്റ്റ്യൻസ്.